കേരളത്തിൽ ബി.ജെ.പിയുടെ പ്രതീക്ഷയിൽ അല്പം മങ്ങൽ വീണിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പല ഭാഗത്തു നിന്നും പാർട്ടിക്കകത്ത് നിന്ന് വേട്ടയാടൽ നടത്തുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ 2026 പ്രതീക്ഷകൾ നഷ്ടപ്പെടുമോയെന്നാണ് അറിയുന്നത്. ഒരു കാര്യമില്ല. ഇതൊരു മാതിരി ജെയിംസ് ബോണ്ട് സിനിമ പോലെയാണ്. ജെയിംസ് ബോണ്ട് സിനിമയിൽ ജെയിംസ് ബോണ്ടിന് 4 ഭാഗത്ത് വില്ലന്മാർ വളഞ്ഞ് അപ്പുറത്തൊക്കെ കെട്ടി ഈർച്ചവാൾ ഇങ്ങനെ മൂപ്പരുടെ കാലിലിടയിൽ കൂടെ നവീനാളം വരെ ഇങ്ങനെ എത്തും, അവിടെ നിൽക്കും. അന്നത്തെ മൂപ്പര് മറ്റേ വാച്ച് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ പൊട്ടിച്ച് വില്ലന്മാരടിച്ചിട്ടു. രാജീവിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. ഇവർക്കൊന്നും രാജീവിനെ മനസ്സിലായിട്ടില്ല. ഇവർ സാധാ മൂന്നാംകട രാഷ്ട്രീയക്കാർ, മൂന്നാംകട രാഷ്ട്രീയക്കാരല്ല, ഇവിടെയുള്ള സാധാ രാഷ്ട്രീയക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ രാജീവിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുകയാണ്. നടക്കുകയല്ല. കാരണം രാജീവ് രാജീവിൻ്റെ തൊഴിലല്ല. അത് രാജീവിൻ്റെ പാരമ്പര്യമായി കിട്ടിയൊരു പാഷൻ മാത്രമാണ്. അങ്ങനെ അച്ഛൻ നിർണായ ഘട്ടത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പൈലറ്റായിരുന്നു ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടി, അത് രാഷ്ട്രീയം ഒഴിവാക്കി പോയ ഒരാളാണ് രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ സുഖാമനെ പോലുള്ള നാളികൾ അഴിമതി നടത്തുന്നത് കണ്ട് സഹിച്ച് കേട്ടിട്ടാണ് അവസാനം രാജീവ് മനസ്സോടുകൂടി രാഷ്ട്രീയത്തിൽ വന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒന്നാമത് രാഷ്ട്രീയം രാജീവിന് തൊഴിലല്ല. 2, രാജീവ് നിങ്ങളങ്ങ് വെട്ടിയാൽ തീരുന്നത് ആളല്ല, അക്കൗണ്ടബിൾ ആയിട്ടുള്ള മണിയുള്ള സമ്പന്നനാണ്. മൂപ്പര് അക്കൗണ്ടിൽ ചിലപ്പോൾ മൂപ്പരുടെ പേരിലൊരു 1967 മോഡൽ ബൈക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ മൂപ്പര് അതീവ സമ്പന്നനാണ്. ഇതില്ല മൂപ്പർക്ക് ജീവിക്കുക. ഇനി നിങ്ങൾ ED കാണിച്ച് പേടിപ്പിക്കണ ചോദിച്ചാൽ അതും നടക്കുകയില്ല, കാരണം അക്കൗണ്ടബിളാണ്. ഓക്കെ. മൂന്നാമത്തെ കാര്യം, രാജീവിനോട് അധികം കളിച്ച് 8ന് പണിയിട്ടു. കാരണം ഈ സൈന്യത്തിൻ്റെ ഇടയിലുള്ളൊരു പരസ്പര ബന്ധമുണ്ട്. എന്നുവെച്ചാൽ ഈ അർണബ് ഗോസ്വാമി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അർണബ് ഗോസ്വാമിയുടെ ബന്ധുക്കൾ മൊത്തം ഇതിലാണ്, സൈന്യത്തിലാണ്, എയർഫോഴ്സിലും ആർമിയിലൊക്കെയാണ്. ഇവരെ കൂട്ടത്തിലുള്ള ആളുകളെ തൊട്ട് കളിച്ചാൽ ഇത് ചെയ്തോ അവരെ അങ്ങ് ഇടപെടും. അത് നിങ്ങളാരും അറിയില്ല, ഇടപെടേണ്ട അടുത്ത് അവർ ഇടപെട്ടിരിക്കും. അതോടുകൂടി ഇവിടെയുള്ള വല്ല വില്ലാളി വീരന്മാരെന്തും വിറയ്ക്കും. ഒന്നത്. അടുത്ത ഘടകമെന്ന് വെച്ചാൽ രാജീവിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന അമിത്ഷായും മോഡിയും കൂടിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമുള്ള ആളാണ് രാജീവ്. രാജീവാണ് സുരേഷ് ഗോപിനെ പോലെ ഈ വേറെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ചൊടിപ്പിക്കില്ല. അവർ ചൊടിപ്പിച്ചിട്ട് പോലും സുരേഷ് ഗോപിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചൊടിപ്പിക്കാതെ രാജീവിന് എങ്ങനെ കഴിയും? അപ്പോൾ നിങ്ങൾ വെറുതെ ഈ നടുക്കടലിൽ പിന്നെ ഈ തടി ഫൈബർ ബോട്ടിൽ പോയിട്ട് തിമിംഗലത്തെ വേട്ടാടാൻ നോക്കല്ലേ, പെട്ടുപോകും. രാജീവിനൊരു കുലുക്കമല്ലല്ലോ. അല്ല, അപ്പോൾ ഈ 2024 ലോക്സഭയുടെ കണക്കനുസരിച്ച് 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ഒന്നാം സ്ഥാനത്ത്. ആ കണക്ക് കൂട്ടലുകളൊക്കെ ശരിയാകും. അത് 10 താഴെ സീറ്റുകൾ BJPക്ക് ജയിക്കാം. പക്ഷെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ഇലക്ഷൻ സമയത്ത് 2000 വോട്ടൊക്കെ മാറ്റി തോൽക്കും. അത് ഇവർക്ക് ചെയ്യാൻ പറ്റും, ഇവരെ നിലവിലുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത്, അതോടുകൂടി ഇവരൊക്കെ തീരും. 10 സീറ്റ് വരെ കേരളത്തിൽ BJPക്ക് ജയിക്കാൻ പറ്റും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കും 5 to 10 ജയിക്കാൻ പറ്റും. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും BJPയുടെ ഒരു കയറ്റമായിരിക്കുമല്ലോ. കാരണം കയറ്റാതെ ഇപ്പം തന്നെ 20% വോട്ടില്ലേ? അത് അന്നത്തെ ലീഡർഷിപ്പ്, അന്നത്തെ പരമ്പരാഗത ലീഡർഷിപ്പിന് അണ്ടറിൽ 20% വോട്ട് കൂടിയിട്ടുണ്ട്. അത് ലോക്സഭാ ഇലക്ഷൻ എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ പോലും. അപ്പാണ് രാജീവിനെ പോലെ ഒരു ടെക്നോക്രാറ്റ്, പൊതുവെ കേരളം കാത്തു നിന്നിരുന്ന ഒരാൾ, പൊതുവെ ശശി തരൂർ എന്ന ആളുകൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ശശി തരൂരിന് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാക്കിയ ഒരാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പറ്റേണ്ടതാണ്. അല്ല, ഈ പലരും ഈ നിലമ്പൂരിലെ ഫലം വെച്ചുകൊണ്ടാണ്. നിലമ്പൂർ എന്തോന്ന് ഫലം? രാജീവ് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞല്ലേ? ഇവിടെയുള്ള ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാർ അയ്യോ മത്സരിച്ചില്ല, ഭയങ്കര മോശമാണ്, നമ്മൾ സിസ്റ്റം അവിടെ ഡോമൻ്റ് ആയി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് രാജീവ് കേട്ടിട്ടില്ല. ഇതിന് മോളിൽ പോയി അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവർ രാജീവ് സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്ത രാജീവിനൊന്ന് അതിനകത്ത് പ്രഖ്യാപിച്ച് അന്ന് പോലും രാജീവിന് ഇഷ്ടമല്ല അത് അവിടെ. അപ്പോൾ ഒരു പത്രക്കാർ ചോദിച്ചാൽ, അല്ല സതീശൻ പറഞ്ഞിട്ടുണ്ടോ, ജയിച്ചാലും തോറ്റാൽ ഞാനാണ് ഉത്തരവാദി, ജയിച്ചാൽ പാർട്ടിയാണ്. അപ്പം രാജീവ് ഞാനും പറയുന്നു, തോറ്റാൽ ഞാനാണ് ഉത്തരവാദി. പിന്നെ പൊതുവെ പറയുന്നത് BJPക്ക് ഒരു ഡീല് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് CPM-ഉമായിട്ട്. ആ ഡീല് മുമ്പുണ്ടായിരുന്നു, പണ്ടില്ലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെന്ത്? അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും വ്യക്തമായി, പ്രകടമായി. എങ്ങനെ പേടായി? അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വരാജ് ജയിക്കണ്ടേ? സ്വരാജ് ജയിച്ചില്ലല്ലോ. രാജീവ് ഇവിടെ ജയിക്കണ്ടേ? ജയിച്ചില്ലല്ലോ.
ഇവിടെ CPIൻ്റെ സീറ്റായിരുന്നില്ലേ, എന്താ രാജീവ് ജയിക്കാൻ? ഞാൻ മനസ്സിലാക്കുന്ന നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാൻ പോകുന്നത്. രാജീവ് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ കള്ളക്കളി അജി പിന്നൊന്നും കുത്തിയൊന്നും വേണ്ട, നമ്മളെ ശക്തി കൊണ്ട് ജയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ട് ജയിക്കുമ്പോൾ അത് ചിലപ്പോൾ CPMനാണ് അടിയിട്ടാൻ സാധ്യത. CPM ബേസിക്കലി ഒരു ഹിന്ദുത്വ പാർട്ടി അല്ല, ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദുക്കളാണ് കൂടുതലും വോട്ടേഴ്സ്. അപ്പം അത് ആ രീതിയിലുള്ള സ്ട്രാറ്റജി എന്നുണ്ട്, ഹിന്ദുക്കളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അവരേത് നിലയിലാണോ അവർക്ക് പകൽ വിടുക അവിടെ ഉപയോഗിക്കാനും രാജീവിന് പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ ഡെമഗോഗാണ്. ഡെമഗോഗ് ആളുകൾ ആകർഷിക്കാൻ പറ്റുന്ന ഒരു മൈതാനത്തേക്ക് ഇറക്കി വിട്ടുകൊടുത്ത ആളുകളെ മുൾമുനയിൽ നിർത്തി പ്രസംഗം കേൾപ്പിക്കാൻ ശേഷിയുള്ള ആളാണ്. സുരേന്ദ്രൻ ഒരു വളരെ നല്ല ഡിബേറ്ററാണ്. സുരേന്ദ്രൻ അതിൽ ഉപയോഗിക്കാൻ പറ്റും. സുരേന്ദ്രൻ നല്ല മീഡിയേറ്ററാണ്, ഉപയോഗിക്കാൻ പറ്റും. മുരളീധരൻ ഈ പറയുന്നത് പോലെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കേഡറാണ്. ആ രീതിയിലാണ് മൂപ്പരെ പ്ലാൻ. മൂപ്പരാരും ഒഴിവാക്കുന്നൊന്നുമില്ല. എന്നാൽ മുമ്പ് ഒഴിവാക്കപ്പെട്ടവരെ മൂപ്പർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. രാജീവ് നിങ്ങൾ അങ്ങനെ കരുതില്ല. രാജീവ് മറ്റുള്ളവരെ പോലെ ഇങ്ങനെ വെട്ടി നിർത്തി അതിൻ്റെ ആളല്ല രാജീവ്. ഇതിനകത്ത് ഈ ഡീലിൻ്റെ കാര്യം പറയാൻ കാരണം ഇവരൊരു BJP ഒരു 3 സീറ്റ് എങ്ങനെ ആയാലും പിടിക്കും എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ 10 വരെ പറയുന്നുണ്ട്. ഈ 3 എന്ന് പറഞ്ഞാൽ ഒന്ന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരെണ്ണം, പിന്നെ തൃശ്ശൂർ, പിന്നെ പാലക്കാട്. കാരണം തിരുവനന്തപുരത്ത് ഇവരെ 1-ാം സ്ഥാനം നിൽക്കുന്നുണ്ട് പല മണ്ഡലങ്ങളിലും. തൃശ്ശൂരിൽ പിന്നെ പൊതുവേ സുരേഷ് ഗോപി ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് BJPക്ക്. പാലക്കാടിനും ഇതുപോലെ നേതൃബാഹുല്യമുണ്ട്, അതാ പ്രശ്നം. പാലക്കാട് ന്യായീകരിക്കാൻ വഴികളുണ്ട്. അപ്പോൾ ഇത് 3ഉം നേടിക്കഴിഞ്ഞാൽ പൊതുവെ ജനത്തിനൊരു സംശയം വരത്തില്ല ഡീലിൻ്റെ. അതെങ്ങനെ BJPക്കാർ ഗ്രാജുവലായിട്ട് വളർച്ചയല്ല, അവരുടെ ഗ്രാജുവലായിട്ടുള്ള വളർച്ചയല്ല. സത്യത്തിൽ ഗ്രാജുവലായ വളർച്ചന് അത്ര വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഈ BJPനെ കേൾക്കുന്നതല്ലേ 4-5% വോട്ടുമായിട്ട്. പിന്നെ അവർ കൂടി വന്നാലേ കോൺഗ്രസ് അതേസമയം സംഘടനാ സംവിധാനം ദുർബലമായി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും അടുത്ത കാലം മൈനോറിറ്റിയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അവരുടെ ബാക്ക് ബോൺ കമ്മ്യൂണിറ്റിയെ യുവാക്കൾക്കൊക്കെ അതിനോട് അസംതൃപ്തി വന്നത്. പിന്നെ BSന്റെ കൂടെ നിന്നുകൊണ്ട് ഓരം ചേർക്കപ്പെട്ട നേതാക്കന്മാർക്ക് BJPയുടെ പലപ്പോഴും ഇപ്പോൾ ആഭിമുഖ്യമുണ്ട്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ അവർ ഗ്രാജുവലായ വളർച്ചയല്ലേ അത്. നിങ്ങൾ നാട്ടുകാർക്ക് എന്തും പറയാം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നമ്മളിവിടുന്ന് ഞാൻ പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഏഷ്യാനെറ്റിൽ ഞാൻ പറഞ്ഞത്, ഇവൻ നമ്മുടെ അന്ന് എന്താണ് ഇപ്പോൾ MLA അല്ല അവിടുത്തെ മാങ്കൂട്ടാണെങ്കിൽ അവനാണ് സാധ്യത എന്നാവും. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം. പിന്നെ അവിടെ മൊത്തം ചിത്രങ്ങൾ മാറി. അപ്പോൾ ചിത്രങ്ങൾ അവ്യക്തമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുണ്ട്, മറ്റേതുകൊണ്ട്. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിനിടയിൽ ഇപ്പം LDF നിരം കയറി വന്നാലും അത്ഭുതമില്ലെന്നാവും. പക്ഷെ അന്നും നിങ്ങൾ ആലോചിക്കണം, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തില്ല, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഓരോ ദിവസവും ഡിബേറ്റാണ്. അത് കഴിഞ്ഞ് നിലമ്പൂർ വന്നപ്പോൾ നമ്മൾ ഒരു പ്രവചനവും നടത്തിയില്ല, ബുദ്ധിമുട്ടെന്നത്. എന്നിട്ട് ഓരോ ആളുകൾ ഇതിനടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഫക്രുദ്ദീൻ പറഞ്ഞ് മൊത്തം തെറ്റി. എവിടെ തെറ്റി? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൻ്റെ സമയത്ത് 18 സീറ്റ് LDFന് വന്നില്ലേ, 18 വരെ കിട്ടാം, 18 12. അതെങ്ങനെ? അത് ഞാൻ ഇന്നും അങ്ങനെ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മാണി അപ്പുറത്ത് പോയ സാഹചര്യം, നിങ്ങളെ പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും ഇല്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, സയൻറ്റിഫിക്കായിട്ട് കിട്ടും. പിന്നെ ഇവർ തന്നെ പറയുന്നു RSSകാർ CPMന് വോട്ട് ചെയ്യും, അവിടെ മോഡിക്ക് സീറ്റുകൾ കൂട്ടാനും കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്താലും എന്താ സംഭവിക്കുക? ഇവിടെ പിന്നെ UDF ഉണ്ടാവുമോ? പിന്നെ ആർക്കും പിന്നെ ഈ പൊട്ടൻ എറിയുന്ന പോലെ എന്തും അറിയാം. അപ്പം ലോക്സഭ ഇലക്ഷൻ അതിന് മുമ്പ് അരുവിക്കരാൻ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, അതിന് ശേഷമുള്ള പഞ്ചായത്ത് വന്നിട്ടുണ്ട്, നിയമസഭ വന്നിട്ടുണ്ട്, അതിൻ്റെ മുമ്പത്തെ ലോക്സഭ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു അജണ്ട പോലെ വർദ്ധിക്കും. അങ്ങനെ നാളുകൾ പലതും പറയും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം, നമ്മൾ കുലുങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇതിനൊക്കെ അതിജീവിച്ചാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അതുപോലെ തന്നെയുള്ളൂ. നാട്ടുകാർ അങ്ങനെ പലതും പറയും. രാജീവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ നിറകെട്ട രാഷ്ട്രീയം പ്രതീക്ഷിക്കേണ്ട, സുരേഷ് ഗോപിൻ്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. സുരേഷ് ഗോപി എനിക്ക് നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് എനിക്കങ്ങനെ വലിയ ഇഷ്ടമായതുകൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പം ഞാൻ എന്നെ വിളിച്ചു. എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, നമ്മളതിന് നെറുകേടിൽ നിൽക്കില്ല. ഫക്രുദ്ദീൻ അറിയാലോ, നമ്മളതിന് നെറുകേടിൽ നിൽക്കില്ല. ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, പാർട്ടി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. ഇന്നൊരു കുലുക്കല്ല. അതാണ് സുരേഷ് ഗോപി വന്നത്. ഈ നെറുകേട്ട കളി മൂപ്പർക്കെതിരായിട്ട് ഉണ്ടായിരുന്നു, അറിയാലോ. തിരിച്ച് മുമ്പ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഇടിഞ്ഞു പോകുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ അതിൽ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സമയത്ത് ഇവരൊക്കെ മൂപ്പർക്ക് വേണ്ടി മൂപ്പരെ ചുറ്റി നടന്ന ആളുകളാണ് പല ആളുകളും. സുരേഷ് ഗോപി പലതും പറഞ്ഞാൽ തീരും, പല ആളുകളിലൂടെ പറഞ്ഞിട്ടില്ലല്ലോ. സുരേഷ് ഗോപിയുടെ രാജീവിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിറയുള്ള രാഷ്ട്രീയക്കാരാണ്. എനിക്കതുകൊണ്ടാണ് ഇവരെ ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ BJPക്കാരനെ എന്നെപ്പോലുള്ള ആൾ ഇഷ്ടപ്പെടണോ വേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ട് നിറകെട്ട മനുഷ്യന്മാരുടെ രണ്ട് നിറയുള്ള മനുഷ്യന്മാർ വരുമ്പോൾ
അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.